ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ലെസണിൽ നാം കേൾക്കാൻ പോകുന്നത് ഏതാനും ഡെയിലി യൂസ് സെൻറ്റൻസുകളും ക്വസ്റ്റ്യനുകളും ഒക്കെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടോപ്പിക്സ് വിതൗട്ട് ഡിലേ. ഫസ്റ്റ് സെൻറ്റൻസ്, നിൻ്റെ മനസ്സ് ഇവിടെയല്ല. നിൻ്റെ മനസ്സ് ഇവിടെയല്ല. യു ആർ ഔട്ട് ഓഫ് മൈൻഡ്. യു ആർ ഔട്ട് ഓഫ് മൈൻഡ്. നമുക്കത് വിടാം. ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ്. ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ്. ഡ്രോപ്പ് ഇറ്റ്, ഇടുക, വിട്ടുകളയുക. അല്ലെങ്കിൽ ലെറ്റ്സ് ലീവ് ഇറ്റ് എന്ന് പറയാം. ലെറ്റ്സ് ലീവ് ഇറ്റ്. ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് സോ മച്ച് അബൌട്ട് യു. ഐ ഹാവ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് സോ മച്ചിന് ഒരുപാട്, ധാരാളം. അബൌട്ട് യു, നീ കേട്ടതെല്ലാം പോസിറ്റീവാണെന്ന് കരുതുന്നു. ഐ തിങ്ക് ഓൾ ഈസ് പോസിറ്റീവ് യു ഹേർഡ്. നീ കേട്ടത് നെഗറ്റീവ് ആകാൻ വഴിയില്ല. ദർ ഇസ് നോ ചാൻസ് യു ഹേർഡ് നെഗറ്റീവ്. ദർ ഇസ് നോ ചാൻസ് യു ഹേർഡ് നെഗറ്റീവ്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് മൂവിങ് ഓൺ ടു അനദർ മാറ്റർ. ലെറ്റ്സ് മൂവിങ് ഓൺ ടു അനദർ മാറ്റർ. ലെറ്റ്സ് മൂവിങ് ഓൺ, നമുക്ക് കടക്കാം. ടു അനദർ മാറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയത്തിലേക്ക്. ഞാനിതിനെപ്പറ്റി വിശദീകരിക്കാം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി. അബൌട്ട് ദിസ്, നമുക്കിതിനെപ്പറ്റി പിന്നീട് വിശദമായി സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ലേറ്റർ വിത്ത് ഡീറ്റെയിൽ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ലേറ്റർ വിത്ത് ഡീറ്റെയിൽ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ലേറ്റർ, പിന്നീട്. നെക്സ്റ്റ് വൺ, നീ ഇത് കണ്ടോ. നീ ഇത് കണ്ടോ. കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു സീ ദിസ്. ഡിഡ് യു സീ ദിസ്, നീ ഇത് കണ്ടോ. എന്താണിത്. വാട്ട് ഈസ് ദിസ്. വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. ഇത് മനോഹരമായൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് മനോഹരമാണ്. ഇറ്റ്സ് ജോർജസ്. ഇറ്റ്സ് ജോർജസ്, ഇത് കാണാൻ നല്ല രസമാണ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഫൺ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഫൺ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഫൺ, ഇത് കാണാൻ നല്ല രസമാണ്. എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക. എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ. ഡു യു നീഡ് എനി ഹെൽപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ. ഡു യു നീഡ് എനി ഹെൽപ്പ്. അല്ലെങ്കിൽ ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്ന് ചോദിക്കാം. ഡു യു വാണ്ട് എനി ഹെൽപ്പ്. ഞാൻ സഹായിക്കണോ. ക്യാൻ ഐ ഹെൽപ്പ് യു. ഞാൻ സഹായിക്കണോ. ക്യാൻ ഐ ഹെൽപ്പ് യു. ഞാൻ നിനക്കൊപ്പം വരട്ടെ. ഷാൾ ഐ കം വിത്ത് യു. ഞാൻ നിനക്കൊപ്പം വരട്ടെ. ഷാൾ ഐ കം വിത്ത് യു. യെസ് യു ഷാൾ. ആൻസർ എങ്ങനെ പറയാം. യെസ് യു ഷാൾ. യെസ് എന്നാണെങ്കിൽ യെസ് യു ഷാൾ. എനിക്ക് നിനക്കൊപ്പം വരാമോ. വരാമോ. ക്യാൻ ഐ കം വിത്ത് യു. ക്യാൻ ഐ കം വിത്ത് യു. ആൻസർ എങ്ങനെ പറയാം. യെസ് യു ക്യാൻ. യെസ് എന്നാണെങ്കിൽ യെസ് യു ക്യാൻ. നിനക്ക് കഴിയും, വരാൻ കഴിയും എന്നർത്ഥം. ഓക്കെ, ഞാൻ നിനക്കൊപ്പം വരുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ. വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. വുഡ് യു മൈൻഡ് ഐ കം വിത്ത് യു. വുഡ് യു മൈൻഡ് ഐ കം വിത്ത് യു. യെസ് വിത്ത് പ്ലഷർ. ആൻസർ എങ്ങനെ പറയാം. യെസ് വിത്ത് പ്ലഷർ. യെസ് വിത്ത് പ്ലഷർ എന്ന് വെച്ചാൽ എന്താണ്. വരുന്നതിൽ സന്തോഷം, സന്തോഷത്തോടുകൂടി വരാം എന്നർത്ഥത്തിൽ. ഇനി അത്രയധികം പൊളൈറ്റ്നെസ് ആവശ്യമില്ലാത്തടത്ത് വിരോധമുണ്ടോ എന്നർത്ഥത്തിൽ ചോദിക്കുമ്പോൾ വുഡ് യു മൈൻഡിന് പകരമൊക്കെ ഡു യു മൈൻഡ് യൂസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്താണ് നിനക്ക് കുഴപ്പം. വാട്ട്സ് റോങ് വിത്ത് യു. വാട്ട്സ് റോങ് വിത്ത് യു, എന്താണ് നിനക്ക് കുഴപ്പം. വാട്ട്സ് റോങ് വിത്ത് യു. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഡു യു ഹാവ് എനി പ്രോബ്ലം. ഡു യു ഹാവ് എനി പ്രോബ്ലം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഡു യു ഹാവ് എനി പ്രോബ്ലം. നോ നത്തിങ്. ഐ ഹാവ് നോ പ്രോബ്ലം, എനിക്കൊരു പ്രശ്നവുമില്ല. ഐ ഹാവ് നോ പ്രോബ്ലം, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ തനിച്ചാണോ താമസിക്കാറ്. തനിച്ചാണോ നിങ്ങൾ താമസിക്കാറ്.
ഡു യു ലിവ് എലോൺ? ഡു യു ലിവ് എലോൺ? നോ, ഐ ലിവ് വിത്ത് മൈ ബ്രദർ. നോ, ഐ ലിവ് വിത്ത് മൈ ബ്രദർ. ഇല്ല, ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെയാണ് താമസിക്കാറ്. നോ, ഐ ലിവ് വിത്ത് മൈ ബ്രദർ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് താമസിക്കാറ്. ഐ ലിവ് വിത്ത് മൈ ഫാമിലി. എലോൺ എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തനിയെ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഡു യു ലൈക്ക് ടു ട്രാവൽ എലോൺ? ഡു യു ലൈക്ക് ടു ട്രാവൽ എലോൺ? യെസ്, ഐ ലൈക്ക്. ഇഷ്ടമാണെങ്കിൽ എങ്ങനെ ആൻസർ പറയാം? യെസ്, ഐ ലൈക്ക്. യെസ്, ഐ ലൈക്ക്. നോ എന്നാണ് ആൻസർ എങ്കിൽ എങ്ങനെ പറയാം? നോ, ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ എലോൺ. ഐ ലൈക്ക് ടു ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ലൈക്ക് ടു ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ട്രാവൽ വിത്ത് മൈ ഫാമിലി. എനിക്കെങ്ങനെ ഭാരം കുറയ്ക്കാൻ പറ്റും? ഭയങ്കര വെയിറ്റാണ്, അപ്പോൾ എനിക്കെങ്ങനെ ഭാരം കുറയ്ക്കാൻ പറ്റും? ഹൗ ക്യാൻ ഐ ലൂസ് മൈ വെയ്റ്റ്? ഹൗ ക്യാൻ ഐ ലൂസ് മൈ വെയ്റ്റ്? ഭാരം എങ്ങനെ കുറയ്ക്കാൻ കഴിയും? യു ക്യാൻ. യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും. യു ക്യാൻ. ഡു ഡെയിലി എക്സസൈസ്. ഡു ഡെയിലി എക്സസൈസ്. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്താൽ മതിയാകും. യു ക്യാൻ ഡു ഡെയിലി എക്സസൈസ്. ഇതിവിടെ അടുത്താണോ? ഈസ് ഇറ്റ് ക്ലോസ് ടു ഹിയർ? ഈസ് ഇറ്റ് ക്ലോസ് ടു ഹിയർ? അല്ലെങ്കിൽ ഈസ് ഇറ്റ് നിയർ ടു ഹിയർ എന്നും ചോദിക്കാം. ഈസ് ഇറ്റ് നിയർ ടു ഹിയർ അല്ലെങ്കിൽ ഈസ് ഇറ്റ് ക്ലോസ് ടു ഹിയർ? അല്ല, ഇതിവിടുന്ന് കുറച്ച് ദൂരെയാണ്, ഒരല്പം ദൂരെയാണ് എന്നർത്ഥത്തിൽ എങ്ങനെ പറയാം? നോ, ഇറ്റ് ഈസ് എ ലിറ്റിൽ ഫാർ ഫ്രം ഹിയർ. നോ, ഇറ്റ്സ് എ ലിറ്റിൽ ഫാർ ഫ്രം ഹിയർ. ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്, ഫ്രം നിന്ന്, ഹിയർ ഇവിടെ. എ ലിറ്റിൽ ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലെ. എ ലിറ്റിൽ ഫാർ. നോ, ഇറ്റ് ഇസ് എ ലിറ്റിൽ ഫാർ ഫ്രം ഹിയർ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഡോണ്ട് മേക്ക് മീ ആംഗ്രി. ഡോണ്ട് മേക്ക് മീ ആംഗ്രി. മേക്ക് മീ ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുക. ഡോണ്ട് മേക്ക് മീ ആംഗ്രി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ചെയ്തത് എന്താണോ അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എപ്പോളജൈസ് എന്ന് വെച്ചാൽ ക്ഷമ ചോദിക്കുന്നതിനാണ് എപ്പോളജൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ എപ്പോളജൈസ് ടു യു. ടു യു നിന്നോട്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. വാട്ട് ഐ ഡിഡ്. വാട്ട് ഐ ഡിഡ് എന്താണോ ഞാൻ ചെയ്തത്. വാട്ട് ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ ചെയ്തത് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എപ്പോളജൈസ് ടു യു വാട്ട് ഐ ഡിഡ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എങ്ങനെയാണ് പറയാം? വാട്ട് ഡിഡ് ഐ സേ. വാട്ട് ഡിഡ് ഐ സേ ഞാൻ എന്താണ് പറഞ്ഞത്? നിനക്ക് ഇത്രയും ദേഷ്യമുണ്ടാകാൻ മാത്രം എന്നെങ്ങനെ പറയാം? ടു മേക്ക് ദാറ്റ് മച്ച് ആംഗ്രി യു. ടു മേക്ക് ദാറ്റ് മച്ച് ആംഗ്രി യു. വാട്ട് ഡിഡ് ഐ സേ ടു മേക്ക് ദാറ്റ് മച്ച് ആംഗ്രി യു. വാട്ട് ഡിഡ് ഐ സേ ടു മേക്ക് ദാറ്റ് മച്ച് ആംഗ്രി യു. ദാറ്റ് മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദേഷ്യം. ദാറ്റ് മച്ച് അത്രയും ദേഷ്യം ഉണ്ടാകാൻ മാത്രം ഞാൻ എന്താണ് പറഞ്ഞത്? തർക്കിക്കാൻ എനിക്ക് സമയമില്ല. തർക്കിക്കാൻ എനിക്ക് സമയമില്ല. നീയുമായിട്ട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് സമയമില്ല എന്ന് പറയാൻ ഐ ഹാവ് നോട്ട് ടൈം. ഐ ഹാവ് നോട്ട് ടൈം ടു ആർഗ്യൂ വിത്ത് യു. ആർഗ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുതർക്കം, തർക്കിക്കുക, വാഗ്വാദത്തിൽ ഏർപ്പെടുക. വിത്ത് യു എന്ന് പറഞ്ഞാൽ നിന്നോട്, നീയുമായിട്ട് തർക്കിക്കാൻ. ആർഗ്യൂ വിത്ത് യു. പരദൂഷണത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ ഐ ഹാവ് നോട്ട് ടൈം ടു എൻഗേജ് ഇൻ ഗോസിപ്പ്. ഏർപ്പെടുക എന്നതിന് എൻഗേജ്. എൻഗേജ് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ പരദൂഷണം. ഐ ഹാവ് നോട്ട് ടൈം ടു എൻഗേജ് ഇൻ ഗോസിപ്പ്. ഹാവ് നോട്ട് ടൈം ടു എൻഗേജ് ഇൻ ഗോസിപ്പ്. അവനവിടെ കൃത്യസമയം ഉണ്ടായിരിക്കുക എന്നതിന് ഒരു സാധ്യതയുമില്ല. ഒരു സാധ്യതയുമില്ല എന്നതിന് എങ്ങനെ പറയാം? ദർ ഈസ് നോ ചാൻസ്. അല്ലെങ്കിൽ ദർ ഈസ് നോ പോസിബിലിറ്റി എന്നും പറയാം. ദർ ഈസ് നോ പോസിബിലിറ്റി. ഒരു സാധ്യതയുമില്ല.
എന്തിനാണ് സാധ്യതയില്ലാത്തത്? അവിടെ കൃത്യസമയത്ത് ഉണ്ടായിരിക്കുക എന്നതിന്. അതിന് എങ്ങനെ പറയാം? ഹീ ഈസ് ദെയർ ഓൺ ടൈം. ഹീ ഈസ് ദെയർ ഓൺ ടൈം. അവനവിടെ കൃത്യസമയത്ത് ഉണ്ടായിരിക്കുക എന്നതിന് ഒരു സാധ്യതയുമില്ല. ഹീ ഈസ് ദെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവിടെ ഉണ്ടായിരിക്കുക എന്നാണ്. നോട്ട് ചാൻസ്, ഹീ ഈസ് ദെയർ ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം. ഒരു 10 മണിയാണെങ്കിൽ ആ ഒരു 10 മണി. ഇൻ ടൈം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്? ആ സമയത്തിന് ഉള്ളിലാണ്. ഏതാണോ സമയം, 10 മണിയാണെങ്കിൽ ആ 10 മണിക്ക് മുന്നേ അവിടെ എത്തുക എന്നുള്ളതാണ് ഇൻ ടൈം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം, കറക്റ്റ് ടൈം. അഥവാ ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ഭാഗ്യമാണ്. ഭാഗ്യമാണ് എന്നതിന് ഇറ്റ്സ് ലക്കി. ഇറ്റ്സ് ലക്കി. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ അഥവാ. ഇൻ കേസ് ഇറ്റ് വുഡ് ഹാപ്പൺ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ഭാഗ്യമാണ്. ഇറ്റ്സ് ലക്കി ഇൻ കേസ് ഇറ്റ് വുഡ് ഹാപ്പൺ. ഇറ്റ്സ് ലക്കി ഇൻ കേസ് ഇറ്റ് വുഡ് ഹാപ്പൺ. നിന്റെ കാഴ്ചപ്പാടിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ശക്തമായി വിയോജിക്കുന്നു എന്നിങ്ങനെ പറയാം. ഐ സ്ട്രോങ്ലി ഡിസിഗ്രി. ഐ സ്ട്രോങ്ലി ഡിസിഗ്രി. ഞാൻ ശക്തമായി വിയോജിക്കുന്നു. എന്തിനോടാണ്? വിത്ത് യുവർ വ്യൂ പോയിന്റ്. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി എന്ന് പറയാൻ വിത്ത് യുവർ വ്യൂ പോയിന്റ്. വിത്ത് യുവർ വ്യൂ പോയിന്റ്. പ്രതീക്ഷ കൈവിടരുത്. ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ കൈവിടുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നത്. ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. പ്രതീക്ഷ കൈവിടരുത്. ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. നിന്റെ മനസ്സിലെന്താണ്? വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നർത്ഥത്തിലാണ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് ചോദിക്കുന്നത്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ ഹാവ് എ തിങ്. ലെറ്റ് മീ ഹാവ് എ തിങ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കിതിപ്പോൾ പറയാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് റൈറ്റ് നൗ. ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് റൈറ്റ് നൗ. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കണം. ഐ വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ ഐ വിൽ സേ. എന്നിട്ട് ഞാൻ പറയാം. ദെൻ ഐ വിൽ സേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ സെൻറ്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അവ മറ്റൊരു കൂട്ടം സെൻറ്റൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.